Hello everyone, welcome to Sharan's Aquarium Studio. Hello guys, welcome back to our channel. So, how are you doing? We are doing great. Yes. Yeah, peaceful. So, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ we shifted our home. So, obviously എന്തായിരിക്കും ഏറ്റവും ഡ്രെയിനിങ് ആയിട്ടുള്ള ടാസ്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Apart from packing and shifting and everything, it was നമ്മുടെ എൻറ്റയർ അക്വേറിയം റൂം പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യലായിരുന്നു ഏറ്റവും നമ്മൾ പാടുപെട്ടൊരു ടാസ്ക് അല്ലേ. എങ്ങനെയാണ് നമ്മളത് ചെയ്തത്, എത്രമാത്രം അത് വിഷമമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് ഫിഷ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായി. പിന്നെ അതിനൊക്കെ റീബിൽഡ് ചെയ്ത് ഇവിടെ എല്ലാം റീഇൻസ്റ്റാൾ ചെയ്യാനും ആ ഫിഷസിനൊക്കെ നമ്മൾ പുതിയ ടാങ്ക്, അതായത് പഴയ എക്സിസ്റ്റിംഗ് ടാങ്ക് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ച് അക്യുമുലേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരുപാട് പണിപ്പെട്ടു. കാരണം നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ അരുവണയൊക്കെ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഈവൻ കുറച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതേ ഉള്ളൂ. പ്ലസ് ഇപ്പോഴും നമ്മളത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ ടാങ്ക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഫിഷസിനൊക്കെ പെട്ടെന്ന് ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടായിരുന്നു. സോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി എൻറ്റയർ ആയിട്ടുള്ള സെറ്റപ്പ് നമ്മളത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അക്വേറിയം റൂം ഇവിടെ സെറ്റപ്പ് ആക്കിയത്, എങ്ങനെയാണ് അത് ഷിഫ്റ്റ് ചെയ്തത് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതെന്നാ ഗെയിം? अरे वाह सोनिया, अरे सोनिया कम ऑन. ഈ ടാങ്ക് കൊണ്ടുപോയി അതിനകത്ത് ഞാൻ അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഈ തൽക്കാലത്തേക്ക് അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വെക്കണം. നമ്മൾ ടാങ്ക് ചേഞ്ച് ചെയ്യണം ഗായ്സ്. പിന്നെ കുറച്ച് ഫിഷസിനെ മൂവ് ചെയ്യണം. പുതിയ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. യു ക്യാൻ സീ ദ ലഗേജ്, എല്ലാം ബെഡ് എല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് ഇവിടെ ഉള്ളൂ, ഇനിയും ഉണ്ട്, കാണിച്ചു തരാം. And we are setting up our aquariums here. Started actually. It's a, of course, a tedious process, but yeah. Shanada. അക്വേറിയം മൂവ് ചെയ്യുന്നത് എത്രമാത്രം ഡിഫിക്കൽട്ടാണ് ചേർന്നേട്ടാ? നല്ല ഡിഫിക്കൽട്ടാണ്. വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഡിഫിക്കൽട്ടാണ്. പക്ഷെ പാഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ, എന്ത് നടക്കും അല്ലേ? യാ. കുറച്ച് അക്വേറിയംസ് നമ്മൾ വിചാരിച്ചു ഇവിടെ ഷോ പീസ് പോലെ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. ബാക്കി നമ്മൾ ഈ റൂമിലാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായി ശരണേട്ടാ?
നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അനിമൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു സെറ്റാവാൻ. അനിമൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, നീമോ സെറ്റ് ആയിട്ടുണ്ട്. സർവൈവ് ആവുക ആവാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. നമ്മൾ അതിന് യൂസ് ചെയ്ത സെയിം ഇതന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളം സെയിമാണ്, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. സെയിം അവിടെ നമ്മളടുക്കില്ല വെള്ളം തന്നെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫുൾ വാട്ടർ തന്നെയാണ്. കുറച്ചൊരു അമോണിയ pH ലെവലും ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാം. കാരണം ആ ഫിൽറ്റർ മീഡിയം ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഫിൽറ്റർ മീഡിയം എല്ലാം അതന്നെ വെച്ചിട്ടില്ല. അതൊന്ന് സെറ്റിലായി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റിലായി പോകും. അപ്പൊ അതിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇതിലെന്താണ്? അതില് നമ്മളെ ഈ ടാങ്കിന്റെ ക്ലൗൺ ഫിഷ് അല്ല ഇത്, അരോണ അല്ലേ? ആക്കണം. നമുക്ക് ഈ ടാങ്ക് ഒന്ന് ഇപ്പുറത്തേക്ക് ഇട്ട് അരോണ ടാങ്ക് ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിമൻ ടാങ്കുമായിട്ടൊന്ന് സെറ്റാവുന്നതാണ്. അത് അതിൻ്റെ പ്ലേസ് ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പഴയ ടാങ്ക് തന്നെയാണ്. അപ്പം അത് ജസ്റ്റ് അതിൻ്റെ പ്ലേസ് ഒന്ന് സെറ്റിലാക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമ്പൽക്കുള കുറച്ചും കൂടി എടുത്തിട്ടോ. ഇതെന്താ വെള്ളം? ഇത് നമ്മൾ അരോണേനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ പഴയ റൂമിൽ നിന്ന് അരോണേനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വെള്ളം എടുക്കണം. കാരണം ഇവിടുത്തെ TDS വളരെ കൂടുതലാണ്. നമ്മളെ വീട്ടിലുണ്ടായിരുന്ന TDS 200-250 ആ റേഞ്ച് ആയിരുന്നു. ഈവൻ 150 വരെ വരുമായിരുന്നു. ഇവിടുത്തെ TDS 600 മേലോട്ടാണ്. സോ ഡയറക്റ്റ് ഒരു ആഡിങ് ഈ ഒരു TDS വിത്ത് ഫിഷ് ഉണ്ടാകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ TDS ഞാൻ ആദ്യം ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഇതിപ്പം 600 മുകളിലോട്ടാണ്. അപ്പം എനിക്ക് ആ വെള്ളം ഡയറക്റ്റ് ഇതുമായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ TDS 150-200 റേഞ്ചിലാണെങ്കിൽ നമ്മൾ പുതിയ വെള്ളം എടുക്കാൻ പറ്റുമോ? പുതിയ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. എന്തായാലും നമ്മൾ പഴയ വെള്ളം ക്യാരി ചെയ്യണം കുറച്ചെങ്കിലും. പിന്നെ ഇൻട്രൊഡ്യൂസ് എത്ര പെർസെന്റേജ് ഏകദേശം ക്യാരി ഇപ്പം നമ്മൾ വലിയ ഫിഷിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലവർ ആ ഒരു ബോക്സിന് ആ ഫിഷിന് ഇല്ല ഒരു വെള്ളം ചെയ്യും. പിന്നെ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കുകയോ. പക്ഷെ ഞാൻ എൻ്റെ ഫിഷിന് കൂടുതൽ സ്ട്രെസ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സെയിം വെള്ളം എടുത്തത്. പിന്നെ ഒന്നാമത് ഇവിടെ ഞാൻ വെള്ളം എടുക്കാൻ കാരണം ഇവിടെ ഇത് TDS കൂടുതലായതുകൊണ്ട് സ്ലോലി ആ ഒരു ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. TDS വെള്ളം എന്തായാലും ഞാൻ യൂസ് ചെയ്യില്ല. 600 മേലോട്ടില്ല. ഞാൻ RO വെച്ച് റെഡ്യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 40% മുകളിൽ വെള്ളം ക്യാരി ചെയ്യേണ്ടി വരും. 40% ക്യാരി ചെയ്യുന്നവർക്ക് ക്യാരി ചെയ്യാം. അവര് ഒരു പെട്ടെന്ന് ഫിഷ് റെക്കമെൻഡഡ് 40 ആണ് ഫീസിബിലിറ്റി വെച്ചിട്ട്. ഇപ്പം അവർക്ക് ഫീസിബിൾ ആണ് ഇത് എടുത്തു കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ യെസ് ഡൺ. അല്ല ഇപ്പം പോസിബിലിറ്റി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ കുറച്ച് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ മറൈൻ ഫിഷസ് ആണെങ്കിൽ യു ഹാവ് ടു ക്യാരി എൻറ്റയർ വാട്ടർ. ഫുൾ വാട്ടർ നമ്മൾ ക്യാരി ചെയ്യേണ്ടി വന്നായിരുന്നു. കാരണം പിന്നെന്താ ഓൾറെഡി സെറ്റിൽഡ് വാട്ടർ ആണ്. അപ്പൊ നമ്മൾ പുതിയൊരു വെള്ളം ആഡ് ചെയ്ത് പിന്നെയും ബിൽഡ് ചെയ്യാൻ നമുക്കൊരു 10% ഒക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. RO വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ RO വാട്ടർ മാത്രമാണ് ഞാൻ മറൈൻ ടാങ്ക്സിന് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതിന് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
കാരണം നമ്മൾ ഫിഷ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 12 hours മേലോട്ട് 24 hours ആയി തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് ഇതിൻ്റെ വാട്ടറാണ്. അപ്പം നമുക്കൊരു കുറച്ചൊരു 10 to 15% അല്ലെങ്കിൽ 30% വെള്ളം കയറിയതിന് ശേഷം നമുക്ക് ഫിഷിന് ആഡ് ചെയ്തതിന് ശേഷം നമ്മളടുക്കിൽ RO വാട്ടർ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3 or 4 കണ്ടെയ്നേഴ്സിൽ നമ്മൾ വെള്ളം കൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 32 liters മേലോട്ടായിരിക്കും തോന്നുന്നത്. അതൊരു 30-40 liters ഉണ്ടാവും. ബട്ട് ഇതൊക്കെ 54 മേലോട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ കൂടുതൽ ക്യാരി ചെയ്തിന് എന്തായാലും. എനിക്ക് തോന്നുന്നു നമ്മളൊരു 60% ആയിട്ട് വാട്ടർ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട്. ലിറ്റർ എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, കാരണം ടാങ്കിൽ ഞാൻ പകുതിയും ഈ വെള്ളം ഓവർഫ്ലോ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ഇല്ലാണ്ട് ഞാൻ കുറച്ച് വെള്ളം നനച്ചിട്ടുള്ളൂ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പമ്പ് വെച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നത് റിസ്ക്കും, പിന്നെ ഇത് കുറച്ച് ഹെവി വെയിറ്റ് ഇല്ലെന്നുകൊണ്ടും ഞാൻ പമ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതാണ് ബെസ്റ്റ് വേ എന്ന് തോന്നുന്നു. സോ ഗൈസ്, നിങ്ങളെല്ലാവരുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, ഈ TDS കൂടുതലായാൽ എന്താ RO വാട്ടർ യൂസ് ചെയ്താൽ പോരെ, നമ്മൾ ഇവിടെ ഇല്ല എക്സിസ്റ്റിംഗ്, അതായത് പൈപ്പ് വാട്ടർ യൂസ് ചെയ്യാണ്ടിരുന്നാൽ പോരെ? യെസ്, അങ്ങനെ ഇല്ലത് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത് എൻ്റെ ഫിഷിന് സ്ട്രെസ്സ് കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പം RO ഡയറക്റ്റ് ആഡ് ചെയ്ത് ഫിഷിന് ആഡ് ചെയ്യുമ്പോൾ അക്കമുലേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അക്കുമുലേറ്റ് ചെയ്ത് അവേഴ്സ് ഓഫ് ഒരു 45 minutes ആ പുതിയ വാട്ടർ അക്കുമുലേറ്റ് ചെയ്യണം. ഫിഷ് ആ പുതിയ വാട്ടർ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഈ വെള്ളം ക്യാരി ചെയ്തുകൊണ്ടത്. അതുകൊണ്ട് എൻ്റെ ഫിഷിന് സ്ട്രെസ്സ് കുറച്ച് കുറവായിരിക്കും. നോർമൽ നമ്മൾ പുതിയ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. നമുക്ക് ഈസി RO വാട്ടർ ആണെങ്കിലും ഫിഷിന് ഈസി ഈ വേ ആണ്. ഫിഷിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് സെറ്റിലായ വാട്ടർ ആകുമ്പം അത്രയും ബെറ്റർ ആണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. അതിലും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഞാനിതിൽ പകുതി വെള്ളമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരു ഫിഷ് ഒന്ന് സ്വിം ചെയ്യാനുള്ള ഒരു സൈസിലേക്ക് ഈ വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ RO വാട്ടർ തന്നെയാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഗൈസ്, വി ആർ ഓൺ ട്രാക്ക്. സോ നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടെ ഇവിടെയായിട്ട് മിസ്പ്ലേസ്ഡ് ആണ്. ഫിഷിൻ്റെ അക്വേറിയം റൂമിൻ്റെ ഐറ്റംസ് ആയാലും. അപ്പോൾ ഞാനിതിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എല്ലാം ഒരു ഡബയിലാണ്, ഒരു ബോക്സിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. സോ അത് നമ്മളിപ്പം സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മെഡിസിൻസും നെസസറി ആയ ലിക്വിഡ്സും എല്ലാം നമ്മളൊരു ബോക്സിലേക്ക് അല്ല ഒരു കണ്ടെയ്നറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് നോർമൽ നമ്മളെ കണ്ടെയ്നേഴ്സാണ് വിത്ത് വീല് വരുന്നത്. ഇത് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഡിമാർട്ടിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനത്തെയുള്ള കണ്ടെയ്നേഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മൾ ഒരു എയർ പമ്പോ, ബാറ്ററി പവേർഡ് എയർ പമ്പോ, അല്ലെങ്കിൽ നമുക്ക് USB പവേർഡ് എയർ പമ്പോ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷിനെ എവിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ ഇങ്ങനത്തെയുള്ള കണ്ടെയ്നേഴ്സ് നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ കണ്ടെയ്നറിൻ്റെ ടോപ്പിൽ ചെറിയൊരു ഹോളാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ആ ഹോൾ വഴി എയർ പമ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ നോർമൽ ഇതിൽ ഇപ്പോൾ ഫിഷിനും അത്ര സ്ട്രെസ്സായി തോന്നില്ല. നമുക്ക് കുറച്ചും കൂടി വാട്ടർ ക്യാരി ചെയ്യാൻ പറ്റും, ഈസിലി അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും.
കാരണം നമ്മൾ ഈ കവേഴ്സ് ഇല്ലാത്തവർക്കൊക്കെ കവേഴ്സ് നിറച്ച് അതിൽ എയറൊക്കെ ഫില്ല് ചെയ്യുന്ന ആ ഒരു സ്ട്രഗിൾ. പിന്നെ കുറച്ച് വലിയ വലിയ ഫിഷുകളും ഒക്കെ ആകുമ്പം ഈ കവറിൽ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ഫിഷ് റാപ്പ് ചെയ്യുന്ന കവറിൽ യൂസ് ചെയ്യുന്നതിനും ബെസ്റ്റ് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ലോങ്ങർ ഡിസ്റ്റൻസ് ആയാലും കുറച്ച് ഹയർ ഒരു കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ആയാലും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ് എൻ്റെ ഭൂരിഭാഗം ഫിഷസിനെയും ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത പോലെ ലിക്വിഡ്സും മെഡിസിൻസും ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിഷസിനൊക്കെ അക്കമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഫിഷസൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഫിഷിനെ ഒരു പ്ലേസിൽ നിന്ന് എൻറ്റയർ ഫിഷ് റൂം ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന ഒരു റിസ്കി ടാസ്ക്കാണ്. സോ നമ്മൾ ഈ സെറ്റ് ചെയ്ത ഫിഷ് റൂമിൻ്റെ ഒരു ഫുൾ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് വീഡിയോസേ ഇല്ലു ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിഷസ് ഒക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. സോ അപ്പോൾ തന്നെ നമ്മുടെ മൂഡൊക്കെ പോയി ഏകദേശം. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. നമ്മൾ ഫുള്ള് അതിനെ റിക്കവർ ചെയ്യുന്നതിൻ്റെയും അതിന് ഇതാക്കുന്നുള്ള ടെൻഷനിലായിരുന്നു. കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തത് ഇവിടെയൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ജസ്റ്റ് കുറേ സ്റ്റഫ് ഉണ്ട് അക്വേറിയത്തിൻ്റെ ഒക്കെ. ആ റൂമിലൊക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാ അക്വേറിയത്തിൻ്റെ സ്റ്റഫാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫിഷ് റൂം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു ഫിഷ് റൂമും ടൂറായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നില്ല. എല്ലാ ഫിഷസും അക്കമുലേറ്റ് ആയി ഒരു എന്താ പറയുക, ഒരു വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഷിൻ്റെ ഒരു എൻ്റെ ഫിഷ് റൂം ടൂറ് സ്പെസിഫിക്കലി എന്തൊക്കെ വെറൈറ്റി ഫിഷസ് ആണ് എൻ്റെ അടുത്ത് ഉള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരുന്നതായിരിക്കും. Thanks for watching, guys. Stay tuned. More videos are coming. Do not forget to like, share, subscribe, comments. Thank you.